ചേച്ചി കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്ന് ശരിയാണോ? അല്ല, തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ആദ്യം എനിക്ക് ഒരു അനുഭവം എന്ന് പറയുന്നത് 2000-ന് മുമ്പ്, അതായത് 1999 ഞാൻ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലായിരുന്നു, പൊന്നാനി ചങ്ങരകുളം പ്രദേശത്തായിരുന്നു. അപ്പോൾ അവിടെ ഒരു എടപ്പാൾ ഭാഗത്ത് ഒരു റബ്ബർ എസ്റ്റേറ്റിൻ്റെ സൈഡിൽ ഓരം ചേർന്നിട്ട് ഒരു അമ്മ പ്രസവിച്ച, നാടോടി അമ്മയാണ്, ഈ റോഡിലൊക്കെ പാത്രങ്ങളൊക്കെ പിറക്കി വെക്കുന്ന ഒരു അമ്മ പ്രസവിച്ച് കിടക്കുന്നുണ്ടെന്നും അവിടെ 1-2 കുട്ടികൾ, വലിയ കുട്ടികളിരിക്കുന്നു. പ്രസവിച്ച കുട്ടി ആ ചാലിൽ കിടക്കുകയാണ്. അപ്പോൾ പത്രത്തിൽ ഈ വാർത്ത വരുന്നത് അവിടുത്തെ പ്രാദേശിക ന്യൂസ് ചാനലിലാണ്. വാർത്ത വരുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അന്ന് രാത്രിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ രാവിലെ ഞങ്ങളൊരു 2-4 പേര് കൂടിയിട്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ആരും അതുവരെ ഈ അമ്മേനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഈ കുട്ടികളെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആൺകുട്ടി അടുത്ത് തന്നെ ഇരിക്കുന്നു. അവന് പക്ഷേ എന്തോ അസുഖമായിട്ടാണോ എന്താണെന്നറിയില്ല, വിശന്നിട്ടാണെന്ന് അവൻ പറയുന്നു. പക്ഷെ അവനൊരു അസുഖബാധിതനായ പോലെയാണ് ചെന്ന വശം എല്ലാവർക്കും തോന്നിയത്. അവൻ മണ്ണ് എടുത്ത് കഴിക്കുക. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി എന്ന് പറഞ്ഞു. അവനും അവൻ്റെ പെങ്ങളും ഉണ്ടായിരുന്നു, അനിയത്തി കുട്ടിയുണ്ട്. ഈ കുട്ടി ജീവൻ പോലും ഇല്ലാത്ത പോലെയായിരുന്നു അവിടെ ഈ ചാലിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ അമ്മയും കുട്ടിയെയും വിളിച്ച് ഞങ്ങളപ്പം തന്നെ എടപ്പാൾ ഹോസ്പിറ്റലിൽ, മിസ്റ്റർ ഗോപിനാഥൻ്റെ ഒരു ഹോസ്പിറ്റൽ അവിടെ ഉണ്ട്, ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഈ അഡ്മിറ്റ് ചെയ്യുമ്പോഴും എനിക്കറിയില്ല അതെങ്ങനെ പെട്ടെന്ന്, കാരണം വലിയൊരു ജീവൻ രക്ഷിക്കണമെങ്കിൽ പൈസ വേണ്ടേ, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്. അങ്ങനെ അവിടെ ചെന്നു, അവരെ നമ്മളെ ഏറ്റെടുത്തു. ഡോക്ടർ അവരെ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായി. 2 കുട്ടികളെയും ഞാൻ എൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നു. അങ്ങനെ അവിടുത്തെ പാർട്ടി ആൾക്കാരെ ആ കുട്ടികളെ നോക്കാൻ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് വളരെ ഒരു എന്താ പറയുക, മനസ്സ് വല്ലാതെ പൊട്ടുന്ന ഒരവസ്ഥയാണ് ആ കാഴ്ച എന്ന് പറയുന്നത്. കാരണം കുട്ടിക്കാണെങ്കിലും മുച്ചുണ്ടാണ്, അതായത് അങ്ങനെയുള്ള ഒരു കുഞ്ഞ്. അപ്പോൾ ഇവർ നോർമലായപ്പോൾ, ഈ അമ്മ നോർമലായപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ, എനിക്കങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടാവുന്നുണ്ട്, എനിക്ക് ആശുപത്രി അറിയില്ല, ഞാൻ ഇന്ന് വരെ ആശുപത്രിയിലൊന്നും പോയിട്ടില്ല. തമിഴാണ്, അതായത് മലയാളം തമിഴും മിക്സായിട്ട് ആണ് അവർ സംസാരിക്കുന്നത്. 6 വർഷമായി അവർ ആ നാട്ടിൽ വന്നിട്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ അമ്മയ്ക്ക് 2-3 മക്കളെ വേറെയും ഉണ്ടായിരുന്നു. അവരൊക്കെ പല സ്ഥലത്താണ് എന്നോട് പറഞ്ഞത്. പക്ഷേ അത് നഷ്ടപ്പെട്ടതായിരുന്നു എന്ന്, എങ്ങനെയാണ് അതിൻ്റെ കഥയൊന്നും എനിക്കറിയില്ല. ഈ 2 കുട്ടികളെ നമ്മൾ എടുത്തു. ചെറിയ കുട്ടി അമ്മയുടെയും ഹോസ്പിറ്റൽ ചിലവ് കാര്യങ്ങളെല്ലാം നോക്കി. ഈ കുട്ടികൾ ഇതുവരെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അവരെ 2 ഞാൻ തണൽ ബാലാശ്രമത്തിലാക്കി. അത് കഴിഞ്ഞ് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കി ഇങ്ങനെ അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും, എന്താണ് ഈ മക്കളുടെ സ്ഥിതി എന്ന് ചോദിക്കുകയും, പിന്നെ അവർക്ക് ഈ അമ്മയ്ക്കും അച്ഛനും, അപ്പോൾ അവർക്ക് കഴിക്കുന്ന ഒരു സ്വഭാവമുള്ള അങ്ങനത്തെ ഒരു ആളുകളാണ് ഈ കുട്ടികളുടെ അച്ഛനും അമ്മയും. അപ്പോൾ ഒരിക്കലും അവരുടെ ഇടയിൽ കുട്ടികൾക്ക് നിന്ന് പഠിക്കാനോ അതിനുള്ളൊരു സാഹചര്യം അവിടെ ഇല്ല, വീടും ഇല്ല അവർക്ക് കയറി കിടക്കാനായിട്ട്. അവർ ഓരോ ബസ് സ്റ്റാൻഡിലുമൊക്കെയാണ് അവരുടെ ജീവിതം. അപ്പോൾ അങ്ങനെ അവിടെ ഒരു വാടകയ്ക്ക് വീട് എടുത്ത് കൊടുത്തിട്ട് നമ്മളൊരു 1 വർഷത്തോളം അവരെ അവിടെ 2 അച്ഛനെയും അമ്മയും താമസിപ്പിച്ചു. ഈ 2 കുട്ടികളെ നോക്കി അവരെ പഠിപ്പിച്ചു. അതെല്ലാം വലിയ വാർത്തയായിട്ട് അവിടെ വന്നു. നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുന്നു. ഇപ്പോഴും ഞാൻ ആലോചിക്കുകയാണ്, കാരണം ആ കുട്ടികൾക്ക് നമ്മളോടുള്ളൊരു ഇഷ്ടം, സ്നേഹം, അത് കഴിഞ്ഞ് അവരെ അങ്ങനെ പാലക്കാട് തെരഞ്ഞെടുപ്പ് അതുവരെ കുറച്ച് നാൾ ഞാൻ അവരെ നോക്കുകയും അവരെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും വീണ്ടും ഈ അമ്മ ഇത്തരം ആക്ടിവിറ്റീസിലേക്കൊക്കെ അമ്മയച്ഛനും പോയി. അതായത് ഇങ്ങനെ കഴിച്ച് ഉള്ള ചെറിയ കുട്ടീനെയും ശ്രദ്ധിക്കാത്തൊരവസ്ഥയും കാര്യങ്ങളെല്ലാം ഉണ്ടായി. ഒരുപാട് അതിൻ്റെ പിറകിൽ എനിക്ക് നടക്കേണ്ടി വന്നു. അതിലൊന്നും എനിക്ക് ദുഃഖമൊന്നും തോന്നുന്നില്ല, നടന്നു. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, പിന്നീട് നഷ്ടപ്പെട്ടു പോയൊരു മകൻ അവൻ തിരിച്ചു വരികയാണ്. അപ്പോൾ അന്ന് ഞാൻ പാലക്കാട് ഇലക്ഷനിൽ മത്സരിക്കുകയാണ്, കുറച്ച് വർഷത്തിന് ശേഷമാണ്. പാലക്കാട് ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് ഈ കുട്ടി വരുന്നു. കുട്ടി അറിയും. അപ്പോൾ അങ്ങനെ ശോഭ ചേച്ചിയാണ് എൻ്റെ അനിയത്തിയും ചേട്ടനെയും പഠിപ്പിക്കുന്നത്. പിന്നെ അമ്മേനെ ഇങ്ങനെ വീടെടുത്ത് കൊടുത്തുണ്ടായിരുന്നു എന്നൊക്കെ എന്നെക്കുറിച്ച് കേട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ മാതൃഭൂമി പേപ്പറിൻ്റെ ഒരു ഉണ്ണിയേട്ടൻ എന്ന് പറയുന്ന ഒരാളുടെ എടപ്പാൾ. അപ്പോൾ ഉണ്ണിയേട്ടൻ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഈ കുട്ടി വന്നു, നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ അവരാണ് ആദ്യം വാർത്ത ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ കുട്ടികളെ തിരിച്ചു കൊണ്ടുപോകാനായിട്ടാണ് വരുന്നത്, അവന് വലിയൊരു ജോലിയായി. അപ്പോൾ അങ്ങനെ ഈ നമ്മളെടുത്ത ആ കുട്ടിയെ ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്വന്തം തന്നെയായിട്ടുള്ള ചേട്ടൻ വന്ന് ഇവരെല്ലാവരെയും കൊണ്ടുപോകുന്ന ഒരു ദൃശ്യം എൻ്റെ മനസ്സിലുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ കുട്ടികൾ. ആദ്യം ഞാൻ ഏറ്റെടുത്ത 2 കുട്ടികൾ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് ഇങ്ങനെയുള്ള ഓരോ അനുഭവങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഞാൻ പാലയമാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മലപ്പുറത്ത് പോയ സമയത്ത് പ്രസംഗിക്കാനായിട്ടാണ് പോയത്. എന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരു 2 മുസ്ലിം കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനായിരിക്കും ഇവർ വന്നിട്ടുണ്ടാവുക എന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് MBA പഠിക്കണം, അപ്പോൾ അതിന് എന്തായാലും ശോഭ ചേച്ചി സഹായിക്കും. ആദ്യം പറഞ്ഞത്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ആ കാര്യം കൈയടിച്ച് സത്യം ചെയ്തിട്ട് അമ്മ എന്നാണ് വിളിക്കുന്നത്, ശോഭമ്മ സമ്മതിക്കണം. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ഒരു പെൺകുട്ടി ഇങ്ങനെ ധൈര്യത്തോടു കൂടി നമ്മുടെ പരിപാടി കഴിഞ്ഞ് വരുന്നു. അപ്പോൾ അവിടെ പാർട്ടിയുടെ പ്രവർത്തകരും ഉണ്ട്.
ഞാൻ ഒന്നും ആലോചിച്ചില്ല. കാരണം ഒരു പെൺകുട്ടിയെ എന്ത് കാര്യമായിരിക്കും പറയാം? ഒന്നുകിൽ അവൾക്ക് മാനസികമായിട്ടുള്ള പീഡനമോ ശാരീരികമായിട്ടുള്ള പീഡനമോ അതല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പറയാനായിരിക്കുമല്ലോ അവൾ ആശ്രയമായിട്ട് എന്നെ കാണാൻ വന്നിട്ടുണ്ടാവുക. എന്താണെങ്കിലും ചെയ്തു തരുമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ചെയ്തു തരാം. അങ്ങനെ അവൾ എൻ്റെ മോളായി ഇപ്പോൾ. കാരണം ലോക്കൽ ഗാർഡിയൻ ഞാനാണ്. അവളെ MBAക്ക് ചേർത്തിട്ടുണ്ട്. അവളുടെ കാര്യങ്ങളും വിദ്യാഭ്യാസവും എല്ലാം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാലക്കാടിൽ ഇതുപോലെ തന്നെ ഒരു അനുഭവം ഉണ്ടായി. എല്ലാ കുട്ടികളെയും പോയി എടുക്കല്ല, ദൈവമായിട്ട് ചില സങ്കടകരമായിട്ടുള്ള ആളുകളെ നമ്മുടെ അരികിലേക്ക് വരുത്തുകയാണ്. ഞാനൊരു ദൈവവിശ്വാസിയാണ്. അപ്പം പാലക്കാടിലൊരു വാർത്ത ഒരു ദിവസം വന്നു പേപ്പറിൽ. കണ്ണ് കാണാത്ത കുമാരേട്ടൻ എന്ന് പറയുന്ന ഒരാൾ ലോട്ടറി വിറ്റ് നടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ സ്ട്രീറ്റ് ലൈറ്റിൽ പഠിച്ചിട്ട് +2 അവൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി എന്നുള്ളൊരു വാർത്ത വന്നു. അപ്പം ഞാൻ മനസ്സിലാലോചിച്ചു, ഞാൻ എന്ത് പേപ്പർ വായിക്കുമ്പോഴും എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ കളിയാക്കിയിട്ട് എന്നോട് പറയും, ഇപ്പം അങ്ങോട്ട് പോവും എടുക്കാനായിട്ട്, ആ കുട്ടിയെ എടുക്കാനായിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കാറുണ്ട്. അത് ഞാൻ അതിനെയൊക്കെ ഒരു പ്ലസ്സായിട്ട് കണക്കാക്കുക.